നമസ്കാരം. ഇന്ന് വളരെ ലേറ്റായിട്ട് ഒരു ജില്ലയുടെ കൂടെ LGSൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ജില്ലയെന്ന് പറയുന്നത് പാലക്കാടാണ്. അപ്പോൾ ഇതിൻ്റെ എക്സാം നടന്നിട്ടുള്ളത് 2/11/2024, അതായത് നവംബർ 2, 2024 എക്സാം നടന്നിരിക്കുന്നത്. അപ്പോൾ പതിവ് പോലെ നമുക്ക് അതിൻ്റെ ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. മെയിൻ ലിസ്റ്റാണ് കാണുന്നത്. അപ്പോൾ നേരത്തെ പറയുന്നത് പോലെ എല്ലാ ജില്ലയിലും പറയുന്ന പോലെ നിങ്ങൾ ഒന്ന് പൗസ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു റോൾ നമ്പർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും തന്നെ നിങ്ങൾക്കതിൽ ക്വാളിഫൈഡ് ആണത്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇത് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റാണ് ഈ കാണുന്നത്. സപ്ലിമെൻ്ററി ലിസ്റ്റ് ഓരോ കാറ്റഗറി വൈസ് സപ്ലിമെൻ്ററി ലിസ്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇത് പൗസ് ചെയ്ത ശേഷം വീഡിയോ ഒന്ന് 0.5x ഇട്ടിട്ട് നിങ്ങൾക്കത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പൗസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതിൻ്റെ റിസൾട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ കട്ട് ഓഫ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 73.67 കട്ട് ഓഫ് വരുന്നത്. അതിൽ മെയിൻ ലിസ്റ്റിൽ 622 പേരെ പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോണം, മെയിൻ ലിസ്റ്റിൽ പാലക്കാട് 622 പേരെയും സപ്ലിമെൻ്റ് ലിസ്റ്റിൽ 643 പേരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സാമാന്യം നല്ലൊരു ലിസ്റ്റാണ് ഇട്ടേക്കുന്നത്. അപ്പം അതിന് ഡിഫറൻ്റ് ലേബിൾ ലിസ്റ്റിൽ 24 പേര്, മൊത്തത്തിൽ 1289 പേരുടെ ലിസ്റ്റാണ് ഷോർട്ട് ലിസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷ മാർക്കൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. 73.67 കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫൈനൽ മാർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ കണക്കൂട്ടിയ മാർക്കിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ PSCയിൽ റിക്വസ്റ്റ് ചെയ്ത് എടുക്കുകയൊക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരും. കാര്യം മാർക്കിനൊക്കെ വ്യത്യാസമൊക്കെ വന്നിട്ടുള്ള കേസുകളുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിൻ ലിസ്റ്റിലാണോ സപ്ലിമെൻ്റ് ലിസ്റ്റിലാണോ നോക്കുക. നിങ്ങളുടെ മാർക്ക് ഒന്ന് കൗണ്ട് ചെയ്യുക. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ കൗണ്ട് ചെയ്തേക്കുന്ന മാർക്ക് തന്നെയാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് റീചെക്കിങ്ങിനോ ഇല്ലെങ്കിൽ അതേപോലെ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് ആൻസർ ഷീറ്റിൻ്റെ കോപ്പി കിട്ടാനോ ഒക്കെ നിങ്ങൾക്ക് അതിൻ്റെ പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ലിസ്റ്റിലുള്ള എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള മറ്റ് വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ ഒന്ന് അമർത്തി വെച്ചേക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് പറയാനായിട്ട്. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.